എസ്തെറ്റിക് ആക്കി എൻ്റെ കണ്ണാടി. ഫ്രഷ് പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണെടുക്കുമ്പോൾ സോ ഓൾമോസ്റ്റ് റെഡിയായി. ഹെയറൊക്കെ ഇങ്ങനെ ടൈ ചെയ്തു. ഇനി ബാക്കി മാലയിടൽ വളയിടൽ ചടങ്ങിലേക്ക്. ഓണത്തിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തില്ല. എളാമേൻ്റെ പഴയ ഒരു സാരി ഉണ്ടായിരുന്നു, ഒരു ഷിഫോൺ ടൈപ്പ് പോലത്തെ ഒരു സാരി. അതിൽ ഇളയമ പണ്ട് എംബ്രോയിഡറി ചെയ്തതാണ് ഇതൊക്കെ. ആക്ച്വലി ഒരു സിമ്പിൾ സാരിയാണ്. അങ്ങനെ ഒരു ഓണം അങ്ങനെ പ്രമാണിച്ചുള്ള ഒരു സാരിയൊന്നും അല്ല. ജസ്റ്റ് ഒരു അൺബ്ലീച്ച് കളറായതുകൊണ്ട് ഞാൻ എടുത്തിട്ടു, അത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണാടി എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ തന്നെ എസ്തെറ്റിക് ആക്കി എൻ്റെ കണ്ണാടി. സോ എൻ്റെ മാലാവള ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇട്ടാലോ. ഇതാണ് നമ്മുടെ കമ്മൽ, 2 സൈഡഡ് കമ്മല. ഇതിൽ ഈ സൈഡ് ഞാൻ ഇടാൻ പോകുന്നു. ഇതായിരിക്കും എൻ്റെ സാരിക്ക് കുറച്ചുകൂടി മാച്ച് ആയിട്ടുള്ളത്. കൊള്ളാമോ? ഇതാണ് ഇടാൻ പോകുന്ന മാല. മാല കാണുന്നുണ്ടോ? യെസ്, ദിസ് ഈസ് ദ മാല. ഈ മാലയുടെ ചടങ്ങിൽ അങ്ങനെ മാലയിട്ടു. സോ മാല ഫോക്കസ് ഓൺ മീ. യെസ്, അടുത്തതായി ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന വള. എങ്ങനെയുണ്ട്? മീഷോന്ന് മേടിച്ചതെങ്ങാണ്, എൻ്റെ അല്ല അമ്മേൻ്റെ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വളയിടാം. ഒരു പൊട്ടും കൂടിയിട്ട് സെറ്റായി. പൂ വെക്കണോ വേണ്ടി കൺഫ്യൂസ്ഡ് ആണ്. ഇതിങ്ങനെ വെച്ചാൽ പൂവിടാൻ തുടങ്ങാണ് നമ്മൾ. നല്ല ഫ്രഷ് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ജമന്തി കത്രിക വന്നിട്ടുണ്ട് ഗൈസ്. വാടിപ്പോയി ഗൈസ്. എല്ലാ പൂവുണ്ടല്ലോ ഇതിൽ. ഇത് നല്ലതായിനി. ഇത് അങ്ങ് ചിരിക്കൂ. അല്ല, ഇതൊരു ഇത് ഫോട്ടോ ഇതിന് അത്ര ഇത് കിട്ടുന്നില്ല. ഞാനെടുത്തു എടുത്ത് പാചകം. ഇതെന്നാമേ ശരി. പായസത്തിന്റെ ആണോ? പപ്പടം റെഡി. പടപട പട 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 പടം. ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ. ഓക്കെ,
എന്റെ ഈ ഹാഫിൽ മേലെ പിടിപ്പിച്ചു. രാവിലെ വെച്ചിട്ട് എനിക്ക് അമ്പത്തി ഫോട്ടോ എടുക്കാം. അല്ല എല്ലാരും ഇരിക്കട്ടെ, ഞാനും ഇരിക്കട്ടെ. ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിരിക്കാം ഞാൻ മമ്മി. അയ്യേ കണ്ണെടുക്കുന്ന ഒരു ഇപ്പൊ ഇത് റെക്കോർഡിംഗ് ആണ്. എല്ലാം ഇതിലുണ്ടാവും. ഫോട്ടോ എടുക്കാൻ സ്ഥലം പരിധി ഞാനും അമ്മയും. ഇങ്ങോട്ട് നോക്ക്, ചിരിക്ക്. നമ്മൾ എങ്ങോട്ടാ പോന്നെ? എങ്ങോട്ട് പോന്നേ പറ. ചിരക്കൽ ചിര കാണാൻ. ചിരക്കൽ ചിര കാണാൻ. ഓക്കെ, നമ്മൾ ചിരക്കൽ ചിറ കാണാൻ പോവുകയാണ്. ഞാനും അളയമയും മാത്രം. എന്താ പറയാ, ഇതെന്നെ ബ്ലോക്കാ. ബാക്കി എല്ലാവരും കാറിൽ വരുന്നുണ്ട്. നമ്മൾ ഓട്ടോ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ നടരാ. സോ നമ്മൾ ചിറക്കൽ, ഇത് അമ്പലത്തിൻ്റെ പേര് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഒരു ശ്രീകൃഷ്ണ ടെമ്പിളിലെത്തി. ഞാനും അളയമയും മാത്രം എത്തി. ചെറുശ്ശേരി ബാക്കി ആരും എത്തിയില്ല. രചിച്ചത് ഈ അമ്പലത്തിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിക്കുന്നു. ഇതാണ് ചിറക്കൽ ചിറ. ഇതൊക്കെ ഓരോ കോവിലൊക്കെ ആണെന്ന് തോന്നുന്നു. ചിലയിടത്ത് കുറേ അമ്പലമൊക്കെ ഉണ്ട്. ഗണപതി